ഇസ്ലാമിന്റെ ആദർശത്തിലെ മൗലികമായ ഒരു വശമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ധാരാളം മുസ്ലിങ്ങളുടെ രാജ്യത്ത്. ഇവിടെ ക്ഷേത്ര ഉത്സവത്തിന്റെ പ്രോഗ്രാം നോട്ടീസും അതുപോലെ ലഘുലേഖയും ഒക്കെ ആയിട്ട് മുസ്ലിങ്ങളുടെ വീട്ടിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് ക്ഷേത്ര ഉത്സവത്തിന് വേണ്ടി പിരിവ് നടത്തും. ഇത് കൊടുക്കാമോ കൊടുക്കണ്ടേ? അമുസ്ലിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പിലാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും കേൾക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അപ്പുറവും ഇപ്പുറവും കേൾക്കണം, അത്ര മാത്രം. അല്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും എന്റെ വാക്കിന്. അതാണ്, അപ്പുറവും ഇപ്പുറവും കൃത്യമായിട്ട് കേൾക്കണം, കട്ട് ചെയ്യാതെ കേൾക്കണം. ഒരു അമുസ്ലിം സുഹൃത്ത് ക്ഷേത്ര ഉത്സവത്തിൽ ഒരു ദേവീ പ്രതിഷ്ഠയുടെ ഭാഗമായി ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നിടത്ത് ഒരു ഉറുപ്പ്യ പോലും ഒരു മുസൽമാനും കൊടുത്തുകൂടാ. ഓന്റെ ആദർശം അത് അംഗീകരിക്കുന്നില്ല. ഓന്റെ ആദർശം അത് 1.25 ലക്ഷത്തോളം അമ്പിയാ മുസ്ലിങ്ങൾ അതിനെതിരായിരുന്നു. അതിന്റെ പേരില ഇബ്രാഹിം നബി തീക്കുണ്ടലെറിയപ്പെട്ട് പിന്നെ ആ വിഗ്രഹം ഉണ്ടാക്കാൻ പൈസ കൊടുക്കാവോ? നമ്മൾ ആസർമാരാ? അല്ല. ഞാന് നിങ്ങൾക്ക് മാതൃകയാക്കാൻ ഒരു ചരിത്രം പറയാം. സാധാരണ ഞാൻ അമുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്താണ്. ഒരുപാട് ക്ഷേത്രങ്ങളുടെ നടുവിലാണ് എന്റെ വീട്. 5 ക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടത്ത് അതിനുള്ളിലാണ് എന്റെ വീട്. അപ്പൊ അവിടെ ഇതിന് വരും. അപ്പൊ ഞാൻ അവരോട് പറയും, ബലട്ടാ, നിങ്ങൾക്കറിയാലോ ഞാനൊരു മുസൽമാൻ, ഞാൻ വിഗ്രഹാരാധനക്കെതിരാണ്. അതിന് എനിക്ക് എന്റെ റീസൺ ഉണ്ട്, എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ഇതിന് തരില്ല. ബാലേട്ടാ, നിങ്ങൾക്ക് വീട് വെക്കണം, എല്ലാരും തരുന്നതിനേക്കാൾ 1000 രൂപ ഞാൻ തരും. ബാലേട്ടാ, നിങ്ങളുടെ മോൾക്ക് ബൈപ്പാസ് സർജറി ഉണ്ടോ? എല്ലാരും തരുന്നതിനേക്കാൾ 5000 രൂപ ഞങ്ങൾ തരും. ബാലേട്ടാ, സാധുക്കൾക്ക് റോഡ് വെക്കാനുണ്ടോ? എല്ലാരും തരുന്നതിനേക്കാൾ ഞങ്ങൾ തരും. ഇതിന് ഞങ്ങൾ തരില്ല. ഇത് ഞങ്ങളുടെ ആദർശമാണ്. ശബരിമലയിലേക്ക് പോകുന്ന അമുസ്ലിങ്ങൾക്ക് പായസവും ചോറും വെച്ച് വിളമ്പിയ സോളിഡാരിറ്റി മാപ്പറഹിക്കാത്ത തെറ്റാ ചെയ്തു. നേരെ മറിച്ച് ഹിന്ദു കോളനികളിൽ, ഹൈന്ദവ കോളനികളിൽ അരി വിതരണം ചെയ്തോ, ചായ കൊടുത്തോ, പൈസ കൊടുത്തോ, മരുന്ന് കൊടുത്തോ, ശിർക്കിന് കൂട്ടുകരുത്. അത് നേർച്ച നടത്തുന്നിടത്ത് എങ്ങനെ? ഉള്ളാളം ദർഗയിലേക്ക് വണ്ടി ഇട്ട് കൊടുത്ത ഓനും ചെയ്യുന്നതല്ല, ഉള്ളാളം ദർഗയിലേക്ക് വഴി കാണിച്ചു കൊടുത്ത അതും തെറ്റ. മനസ്സിലായോ? അപ്പോ ജനങ്ങളോട് തീർത്തു പറയാം, അന്ന് അവർക്ക് സന്തോഷ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അതിനാരും വരില്ല, അല്ലാത്ത എല്ലാ കാര്യത്തിലും. കാരണം അവർക്കറിയാം ഇത് സത്യസന്ധമായ പ്രസ്ഥാനമാണ്. നമുക്ക് നമ്മുടെ ആദർശമുണ്ട്, ആദർശം കളഞ്ഞു കുടിക്കരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശയം അങ്ങോട്ടും ഇങ്ങോട്ട് കളഞ്ഞു കുടിക്കാനല്ല. പിന്നെ എനിക്ക് എന്താ വ്യക്തിത്വം? ഞാൻ ഉൾക്കൊണ്ട ആദർശത്തിന് എന്താ പുതുമ? ഞാൻ പറയണു, ഒരു ഹിന്ദു ആയി തന്നെ നിൽക്കണം. പക്ഷേ അവന്റെ വിശ്വാസം ശരിയാണെന്ന് പരിശോധിക്കണ വേറെ വിഷയ. പക്ഷെ മുസൽമാന്റെ സദസ്സിലെത്തിയ മുസ്ലിം വേഷവും ഹിന്ദു സദസ്സിലെത്തിയ ഹിന്ദു വേഷവും അവിടെത്തിയ ഹിന്ദുക്ക് ആ വർത്താനം നമുക്ക് ശരിയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഈ പ്രസ്താവന വിവരമുള്ളവർക്കൊക്കെ തിരിയും ഇതൊരു നല്ല പ്രസ്താവനയാണ്. അതുകൊണ്ട് നമുക്കൊരു ആദർശമുണ്ട്. ഇനി കയ്യിൽ മന്ത്രിച്ചൂരി ചരട് കെട്ട് ഇസ്ലാമിന്റെ ആദർശമാണോ ആശയമാണോ അല്ലേ? എന്താ NDF? എത്ര NDF കാരെ കഴുത്തില് ചരടുണ്ട്? കൈത്തന്റെ ചരടുണ്ട്, അരേ ചരടുണ്ട്. NDF കാരെ എതിർക്കാറുണ്ടോ? ഇല്ല. എന്താ എതിർക്കാത്തത്? ഓൾക്ക് സ്വർഗം പ്രശ്നമല്ല, ദുനിയാവ് പ്രശ്നമാണ്. ഞാൻ വെറുതെ പറയല്ല. അഷ്റഫ് കൽപ്പറ്റ എന്ന് പറഞ്ഞിട്ട് NDF ഒരു വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ വന്ന് ചോദ്യോത്തര സെഷനോടുകൂടി ഒരു വിഷയം അവതരിപ്പിച്ചു. ഒരു ഒതുങ്ങിയ സദസ്സിൽ, ഓഡിറ്റോറിയത്തിൽ, പബ്ലിക്കിലല്ല. പബ്ലിക്കിലെ നമുക്ക് നടത്താനേ ധൈര്യമുള്ളൂ. ആ സദസ്സിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അല്ല നേതാക്കന്മാരെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം. ധാരാളം NDF-ൽ ധാരാളം ശിർക്ക് ചെയ്യുന്ന ദർഗയിലൊക്കെ പോകുന്ന ചരടൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. സത്യത്തിൽ അവരെയും കൊണ്ട് നമ്മളൊരു വിപ്ലവം നയിച്ചാൽ സത്യത്തിൽ അതിന്റെ വിധി എന്താണ്? അവരുടെ പരലോകത്തിന്റെ സ്ഥിതി എന്താണ് എന്ന്. അപ്പൊ അതിന് ഇയാളുടെ മറുപടികൾ ഞാൻ ആലോചിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം വിട്ടാ പിന്നെ തെളിവുണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്ത് കുറച്ചു കാലം നിന്നപ്പോ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്ര നല്ല പണ്ഡിതനും ആലിമായിരുന്നു. NDF സ്വീകരിച്ചപ്പോ തെളിവില്ലേ പിന്നെ മനുഷ്യന്റെ നാവ് അനങ്ങൂല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. തെളിവില്ലേ നാവ് ചലിക്കൂല. തെളിവുണ്ടെങ്കിൽ വാചാലമാണ്. വെറുതെ വാചാലല്ല, തെളിവില്ല. അപ്പൊ അയാളെ മറുപടി എന്തറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി അമുസ്ലിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കാകാം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെയുള്ള മുസ്ലിങ്ങളായ അമുസ്ലിങ്ങളുണ്ട്, ഞങ്ങൾക്ക് പോലെ മസിൽ പവർ മതി, ഒരു നരകത്ത് പോയാൽ കുഴപ്പമില്ല. ഒരു സെക്കൻഡ് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയുമോ? എന്നാ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കൊന്നാലും നിങ്ങളെ സ്വർഗ്ഗമാണ് ഞങ്ങൾക്ക് ആവശ്യം. സ്വർഗത്ത് പോണ എല്ലാ ആളുകളും. അപ്പോ ചരട് മന്ത്രിച്ചൂതി കെട്ടിയതിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിധി എന്താ? നിങ്ങൾ കേട്ടോളി. മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു റസൂലിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്.
മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ ചെന്ന് കണ്ടു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചരട് മന്ത്രിച്ചൂതി കെട്ടിയത് കണ്ടു. ആ സമയത്ത് ഹുദൈഫത്ത് റളിയല്ലാഹു പറയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഖുർആനിലെ 12-ാം അധ്യായത്തിലെ 106-ാമത്തെ വചനമാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. കണ്ടോ, ഹുദൈഫത്ത് റളിയല്ലാഹു കേന്നമല്ല, നബീന്റെ സാബിയ. ആ കാലത്ത് ഓതി കൊടുക്കണ ചരടെട്ടല് ശിർക്കാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നിലക്ക് നീ മരിച്ചാൽ നാളെ നരകത്തിലാണ്. അതാ മുജാഹിദ് പറയും, നരകത്തിലെത്തരുത്, സ്വർഗം കിട്ടണോ, ദുനിയാവിൽ എന്ത് ആയിക്കോട്ടെ. മനസ്സിലായോ? ദുനിയാവിൽ എന്ത് പീഡനം സഹിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല, ആഖിറത്ത് നഷ്ടപ്പെടരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ ഒരു കോർണറിൽ ഒരു മമ്മട്ടി ചാരി വെക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവുക. ഒരു മമ്മട്ടി ചാരി വെക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നോക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് 10 ആളുകൾ വന്നു ഇസ്ലാം സ്വീകരിക്കാൻ, ബൈഅത്ത് ചെയ്യാൻ. 9 ആൾക്ക് നബി ഹസ്തദാനം ചെയ്തു. ശ്രദ്ധിക്കണേ, 9 ആൾക്ക് റസൂലുള്ളാഹി ഹസ്തദാനം ചെയ്തു. 10ാമത്തേന് കൈ നീട്ടിയപ്പോ നബി കയ്യിങ്ങ് വലിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണേ, കേന്നമിന്റെ പ്രസിഡന്റ് അല്ല മുഹമ്മദ് നബി, ഇസ്ലാമിന്റെ രാജപാത വെട്ടിത്തെളിയിച്ച അന്തിമ പ്രവാചകനാണ്. ആ റസൂലുള്ള കൈവലിച്ചപ്പോ ആളുകൾ ചോദിച്ചു, 9 ആൾക്ക് കൊടുത്ത കൈ എന്താ 10ാമന് കൊടുക്കാത്തത്? അപ്പൊ പറഞ്ഞു, 9 ആളിൽ നിന്ന് 10ാമന് ഒരു പ്രത്യേകത ഉണ്ട്, ഓ മുസ്ലിം ആയിട്ടില്ല, ഓന്റെ കയ്യിൽ മന്ത്രിച്ചൂതിയ ചരടുണ്ട്, ഓ മുസ്ലിം ആവട്ടെ, ഷഹാദത്ത് കലിമ ചെല്ലട്ടെ, എന്നാ ഞാൻ എന്റെ കൈ കൊടുക്കൂ. ഇനി പറ, ഷഹാദത്ത് കലിമ ചെല്ലണ്ട എത്ര മാപ്പിളാരുണ്ട് നമ്മുടെ കൂട്ടത്തില്? മുസ്ലിം ആകണ്ട എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്? ആലോചിക്കണേ, ചിന്തിക്കണേ, ശരിക്കും വിലയിരുത്തണേ. ഇനി ചില ആളുകളൊക്കെ ഉണ്ട്, എന്താ പറയുക, ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നത്, ഈ കോഴിക്കോട് സ്റ്റേഡിയം നിങ്ങൾ കണ്ടില്ലേ? ആ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് ഇങ്ങനെ കൈ നോക്കാൻ വേണ്ടിയിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന കുറച്ചാളെ കണ്ടില്ലേ? ഒരു ദിവസം ഞാനത് വഴി പോവുക വൈകുന്നേരം, അപ്പൊ അയാൾ പറഞ്ഞു, വരൂ കാക്ക വരൂ, കൈ നോക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പാ, നിങ്ങൾക്ക് ഭാവി അറിയാൻ കഴിയലാന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി. അപ്പൊ അയാൾ കൗതുകത്തോട് ചോദിച്ചു, അതെന്താ? ഞാൻ 4 മണിക്ക് ഒരു പഠന ക്യാമ്പിൽ ക്ലാസ് എടുത്തു വരിക. എന്താ ക്ലാസ്? കൈനോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തു വരിക. ഞാനിതിനെതിരാണെന്നുള്ള ഭാവി പോലും അറിയാത്ത നിങ്ങളാണോ എന്റെ ഭാവി പറയുന്നത്? പിന്നെ ഞാൻ വേറൊരാളിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എത്ര പേരെ കാണും ഇങ്ങനെ കൈ നോക്കും? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, ഇന്നിന്റെ ഭാവി പോലും പറയാത്ത നിങ്ങൾ അപ്പൊ നാളെയും 10 കൊല്ലം മുമ്പ് നടക്കാൻ പോണ് പോയി പണി നോക്കുക അല്ലേ? ആലോചിച്ചു നിങ്ങള് ആർക്കും. ഇനി ജോത്സ്യന്റെ അടുത്ത് പോവുക, എന്നിട്ട് ജോത്സ്യം പറയണ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാലോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, കഫറായി. ഇനി ഒരാള് കൈനോട്ടക്കാരനെ സമീപിച്ചാലോ 40 ദിവസത്തെ നമസ്കാരം ഓൻ്റെത് നഷ്ടപ്പെട്ടു. ഇത് ഒരു കുറുക്കി കൂടി, അംഗീകരിക്കപ്പെട്ട ഒരു കുറുക്കി കൂടി. അങ്ങനെ എന്നും ഒരാളെടുത്ത് പൈസ കൊടുക്കും. പക്ഷെ 12 മാസം കഴിഞ്ഞിട്ട് കുറി അടിക്കണില്ല. 12 മാസം കഴിഞ്ഞിട്ട് കുറി അടിക്കണില്ല. അപ്പൊ പോയിട്ട് ചോദിച്ചു, അല്ല ഞാൻ കുറിന്റെ പൈസ എല്ലാ മാസവും കൃത്യമായിട്ട് വെച്ചിരുന്നല്ലോ, കുറി അടിച്ചില്ലല്ലോ, അത് കിട്ടിയിട്ടില്ല. അപ്പൊ കൊടുത്തിട്ടില്ല. അതുപോലെ 40 ദിവസം നിസ്കരിച്ചിരുന്നു, പടച്ചോന്റെ അക്കൗണ്ടിൽ. അല്ലെ, ഞാൻ ആ 40 ദിവസം നിസ്കരിച്ചിരുന്ന എവിടെ പോയി? അത് അവിടെ തന്നെ അവശേഷിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തേ എത്താതെ? കൈ നോക്കാൻ വെച്ചു കൊടുത്തിരുന്നോ? ഭാവി എന്നാ മുസ്ലിം ആയിരുന്നു, അതുകൊണ്ട് 40 ദിവസത്തിൽ പോയിട്ടുണ്ട്, ബാക്കിയുള്ളത് എന്തിനാ അതിന് മണക്കിടുന്നത്? അതുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശം. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇനി നിങ്ങൾ ചിന്തിച്ചു, ഒരു 10 കൊല്ലത്തിന്റെ ഇങ്ങോട്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സത്യേ പറയാവൂ. ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ നിന്ന് മുജാഹിദുകൾ പ്രസംഗിക്കുന്ന പോലുള്ള ഒരു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇതൊക്കെ ദീനല്ലേ? ഇത്രയും ദീനിനെ ഇവർ അവഗണിച്ചിട്ട് ഇവർ എന്ത് ദീനാണ് സമഗ്രം എന്ന് പറയുന്നത്? NDF നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. വിശ്വാസം ശരിയാകാതെ ജിഹാദ് ഉണ്ടോ? ലല്ലദീന താബൂ ഇല്ലല്ലദീന ആമനൂ. വിശ്വസിക്കണം. വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിച്ചിട്ട് അമൽ സാലിഹാത്ത്. വിശ്വാസം അല്ലാണ്ട് എന്താ അമല്? എക്സ്പ്രസ് ഹൈവേക്ക് പ്രകടനം നടത്തിയിട്ടൊന്നും കാര്യമില്ല തൗഹീദില്ലാതെ. അതുകൊണ്ട് വിശ്വാസം ശരിയാവും.